ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ശ്രീ ഗിരിദേവൻ മലനിര. കാലാകാലങ്ങളായി മലദൈവമായ അപ്പൂപ്പനെ ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഒരു കാലത്ത് കോഴിയെ കുരുതിയായി നൽകുന്നത് ഉൾപ്പെടെ സകലമാന ജീവജാലങ്ങളും ഭയത്തോടെ നോക്കിക്കാണുന്ന മലവിളിച്ചുള്ള പടയണിയുമൊക്കെ നടന്നിരുന്ന ക്ഷേത്രം. ഇന്നും അത്തരം ആചാരങ്ങളൊക്കെ പിന്തുടരുന്നുണ്ട് എങ്കിലും മലദൈവമായ അപ്പൂപ്പനെ പോലെ തന്നെ കൈലാസനാഥനായ പരമശിവനെയും ഇവിടെ ആരാധിച്ചു വരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം തന്റെ മക്കളെ കാണാൻ മലയിറങ്ങുന്ന തമ്പുരാൻ തന്റെ പ്രതിരൂപമായ മലക്കൊടിയിലേറി മലയടിവാരങ്ങൾ ചുറ്റിത്തിരിയുമ്പോൾ താലപ്പൊലിയും വാദ്യമേളങ്ങളും മലദൈവമായ അപ്പൂപ്പനെ അകമ്പടി സേവിക്കാറുണ്ട്. 365 ദിവസങ്ങൾ താണ്ടി വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു ദിവസമാണ് ഇവിടെയുള്ള മലയോരവാസികൾക്കിടയിൽ ഉച്ചാര മഹോത്സവം. ഈ നിൽക്കുന്നത് വെറുമൊരു മരം മാത്രമല്ല, ഒരുപാട് പേരുടെ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെയാണ്. മാറിവരുന്ന കാലഘട്ടങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള, പ്രാർത്ഥനയുടെ പിൻബലമുള്ള ഒരു വലിയ മരം, ഒരു നാടിന്റെ വിളക്ക്, ജനങ്ങളുടെ കരുത്ത്. അന്തരീക്ഷത്തിൽ അദൃശ്യമായി ഒഴുകിവരുന്ന കാറ്റുപോലും ഇവിടെ നിശബ്ദമാകും. അതാണ് ഈ മണ്ണിന്റെ മഹത്വം. സർവാഭരണ വിഭൂഷകനായി സർവ്വശക്തിയുമാർജിച്ച് തന്നെ കാണാൻ മലകയറി വരുന്ന ഭക്തർക്ക് കയ്യും മനസ്സും നിറയെ ഐശ്വര്യവും സമൃദ്ധിയും വാരിവിതറാൻ സുഗന്ധം പരത്തുന്ന പൂക്കൾ ചൂടി തമ്പുരാൻ ചമ്രം പടഞ്ഞിരിക്കാറുണ്ട്. വൈകിട്ട് വിളക്ക് തെളിച്ച് ദീപാരാധന തൊഴാനും അമ്പലവും പരിസര പ്രദേശങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കാനും വരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഞാൻ നിങ്ങളോട് മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എന്റെ നാട്ടിലെ പാടവും പുഴയും ഒക്കെ കടന്നാൽ പിന്നെ മലയാണെന്ന്. വലിയ മല, അതാണ് ഈ മല. ഇവിടെയാണ് നിറകൊമ്പമേന്തിയ ഞങ്ങളുടെ പൊന്നുതമ്പുരാന്റെ ഇരിപ്പ്. ഞങ്ങളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഞങ്ങളുടെ പൊന്നുതമ്പുരാൻ. ഈ മലമുകളിൽ ഉച്ചാരം നടക്കുമ്പോൾ ഈ നാടും നാട്ടുകാരും അന്നേ ദിവസം ദൈവതുല്യനായി കാണുന്ന ഊരാളി ഉറഞ്ഞുതുള്ളുന്ന മണ്ണാണിത്, ഈ വെട്ടിത്തറ. ഈ നാടിനും നാട്ടുകാർക്കും അടുത്ത ഉച്ചാരത്തിലേക്കുള്ള വഴികാട്ടിയും ഈ മലദൈവമായ അപ്പൂപ്പന്റെ പ്രതിപുരുഷനും കൂടിയാണ് അന്നേ ദിവസം ഈ ഊരാളി. ഉറഞ്ഞുതുള്ളി മലവിളിക്കുന്ന ഊരാളിയെയും മലദൈവമായ അപ്പൂപ്പനെയും കാണാൻ അന്നേ ദിവസം നാനാദേശത്തു നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. തന്റെ വയലിൽ വിളഞ്ഞ ധാന്യങ്ങളും പറമ്പിൽ വിളഞ്ഞ ഫലവർഗ്ഗങ്ങളും ആട്, മാട്, കോഴി എന്നിവയും മലദൈവമായ അപ്പൂപ്പന് കാണിക്കയായി വയ്ക്കാറുണ്ട്. ഈ കാണുന്ന കല്ലുകൾ ആരും ഇവിടെ കൊണ്ടുവച്ചതല്ല. ഞാനും എന്റെ പൂർവികരും ജനിച്ച കാലം മുതൽ കണ്ടുവരുന്ന കാഴ്ചകളാണിതെല്ലാം. ഞാൻ ജനിച്ചതും വളർന്നതും ഇപ്പോൾ നടക്കുന്നതും ഈ മണ്ണിലാണ്. എന്നെ അറിയുന്ന, എന്റെ മനസ്സറിയുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എങ്കിൽ അത് ഇദ്ദേഹം മാത്രമാണ്. ഇവിടേക്ക് കടന്നു വരുന്ന ഭക്തജനങ്ങൾക്ക് നേർച്ചയായി നൽകാനുള്ള എണ്ണയും തിരിയും മണിയും കർപ്പൂരവും ഒക്കെ ഇവിടെ ലഭ്യമാണ്. എന്നും ഞാൻ ഇവിടേക്ക് കയറി വരുന്നില്ല എങ്കിലും എടുക്കുന്ന ശ്വാസത്തിലും കഴിക്കുന്ന അന്നത്തിലും ഞാൻ വയ്ക്കുന്ന ഓരോ ചുവടുകളിലും ഇദ്ദേഹമുണ്ട് എന്നെനിക്കറിയാം. പകൽ മറഞ്ഞ് ഇരുട്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു. സമയം ഏകദേശം 6:30 മണിയായിരിക്കുന്നു. തോരാതെ പെയ്യുന്ന മഴയും. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ദീപാരാധനയൊക്കെ കണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിന് തൊട്ടുമുമ്പായി മരിച്ചാലും മറക്കാത്ത ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളെ തേടി ഞാൻ ഇനിയുമെത്തുമെന്ന ഉറപ്പോടെ ജിജോ.